എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ സൂരജ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്നെസ് ആൻഡ് ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. സോ നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോപ്പർട്ടിയാണ്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതും ഈ പറഞ്ഞ രീതിയിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ടഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോപ്പർട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാം. സോ അത്തരത്തിൽ ടഫ്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ടെസ്റ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹാർഡ്നെസ് ആൻഡ് ഇമ്പാക്റ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. സോ ഹാർഡ്നെസ് ടെസ്റ്റ് ഏതൊക്കെയാണ്, എന്താണ് ഹാർഡ്നെസ്, ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇമ്പാക്റ്റ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റ് ടെസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ അത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറിയാവുന്ന ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിൽ ഹാർഡ്നെസ് ഈസ് എ മെഷർ ഓഫ് മെറ്റൽസ് എബിലിറ്റി ടു വിസ്റ്റാൻഡ് സ്ക്രാച്ചിങ്, വെയർ ആൻഡ് അബ്രഷൻ ആൻഡ് ഇൻഡൻറ്റേഷൻ ബൈ ഹാർഡൻഡ് ബോഡി. അല്ലേ, ഇത്തരത്തിൽ എന്താണ് ഒരു റെസിസ്റ്റൻസ് ടു റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്, റെസിസ്റ്റൻസ് ടു അബ്രഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു വിയർ ആണ് ബേസിക്കലി എന്ത് ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഹാർഡ്നെസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത് എന്താ, ഇറ്റ്സ് എ മെഷർ. ഹാർഡ്നെസ് ടെസ്റ്റ് എന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് എബിലിറ്റി ടു വിസ്റ്റാൻഡ് സ്ക്രാച്ച്, അല്ലെ, സ്ക്രാച്ചിനെ വിസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെയർ ആൻഡ് ടയറിനെ വിസ്റ്റാൻഡ് ചെയ്യുക, അബ്രഷനെ വിസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡൻറ്റേഷൻ ബൈ, അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഹാർഡർ ബോഡി കൊണ്ടുള്ള ഇൻഡൻറ്റേഷനെ റെസിസ്റ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം നല്ല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഹാർഡർ ബോഡിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹാർഡ്നെസ് ഉള്ള ബോഡിയാണെന്നുള്ളത് പറയാം, അല്ലേ. സോ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബോൾസുകൾ, ഇത്തരത്തിലുള്ള ഇൻഡൻറ്റേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനകത്തേക്ക് ഇൻഡൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടാകും. സോ അത്തരത്തിൽ സ്റ്റീൽ ബോളുകളൊക്കെ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്തേക്ക് ലോഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറല്ലേ. സോ അത് നമുക്ക് മനസ്സിലാക്കാം. സോ ഹാർഡ്നെസ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഡിറ്റർമൈൻ ദ ഹാർഡ്നെസ് ഓഫ് മെറ്റൽ. സംശയമൊന്നും വേണ്ട, ഒരു മെറ്റലിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ്. അല്ലേ, പല മെറ്റീരിയലിനും നമ്മൾ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്, ഓരോ സ്കെയിൽസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ മെറ്റൽസ് the diameter of the indentation made by the hardened steel sphere measure the hardness. സാധാരണഗതിയിൽ മെറ്റൽസുകളിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഒരു സ്റ്റീൽ ബോൾ കൊണ്ട്, ഹാർഡൻഡ് സ്റ്റീൽ ബോൾ കൊണ്ട് അല്ലെങ്കിൽ സ്പിയർ കൊണ്ടായിരിക്കും നമ്മൾ ഇൻഡൻറ്റേഷൻ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഇൻഡൻറ്റേഷൻ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ഹാർഡ്നെസ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ ഹാർഡ്നെസ് ടെസ്റ്റ് മെറ്റൽ yield a numerical value and are based on their resistance to permanent indentation under the condition imposed by the particular test. ഇത്തരത്തിൽ ഓരോ ടെസ്റ്റിനകത്ത് പല കണ്ടീഷൻസ് ഉണ്ടാകും, ചിലപ്പോൾ ലോഡിനകത്ത് വ്യത്യാസം ഉണ്ടാകും. എന്തായാലും അത്തരത്തിലുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടാകും. ആ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഹാർഡ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ദാറ്റ് ബേസ്ഡ് ഓൺ ദ റെസിസ്റ്റൻസ് ടു പെർമനൻ്റ് ഇൻഡൻറ്റേഷൻ, അല്ലേ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡൻറ്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാകും. സോ ആ ഇൻഡൻറ്റേഷൻ മെഷർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവുക. സോ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഇത്തരത്തിൽ മെറ്റൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ഇൻഡൻറ്റേഷൻ ആയിരിക്കും സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഹാർഡ്നെസ് റെപ്രസെൻറ്റ് ദ റെസിസ്റ്റൻസ് of a material to indentation, penetration, scratching, abrasion, wear, etc. already നമ്മൾ കണ്ടു. In hardness testing, a loaded ball or diamond is pressed against the surface of material which cause plastic deformation of the same. This deformation is measured by one of the following method. Okay, സാധാരണഗതിയിൽ നമ്മളൊരു ലോഡഡ് ബോൾ, അല്ലേ, നമുക്ക് നേരത്തെ കണ്ട പോലെ സ്റ്റീൽ ബോളിനകത്തേക്ക് ലോഡ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഡയമണ്ട് ഇൻഡൻറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടോ ഒക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ആ ഒരു ഇൻഡൻറ്റർ കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡൻറ്റേഷൻ കൊണ്ടോ ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മെഷർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഹാർഡ്നെസ്സിലേക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവുക. സോ അത്തരത്തിൽ ആ ഡിഫോർമേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് 3 മെത്തേഡുകളുണ്ട്. ഒന്ന് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, 2 റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, 3 വിക്കേഴ്സ് പിരമിഡ് ഡയമണ്ട് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡുകൾ അല്ലെങ്കിൽ 3 ടെസ്റ്റ് നമുക്ക് പഠിക്കാം. ഇതൊക്കെയാണ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്,
വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്, അതുപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്. സോ ഈ 3 ടെസ്റ്റുകളും നമുക്ക് ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടെസ്റ്റാണ് നമ്മളുടെ എന്താണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് അല്ലേ, ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമുക്ക് നോക്കാം. സോ അത് നമുക്ക് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമുക്ക് നോക്കാം. സോ ദ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഫോഴ്സിങ് എ സ്റ്റീൽ ബോൾ ഓഫ് ഡയമീറ്റർ D under a load F into the specimen and measuring diameter D of the impression left in the surface, removed the load അല്ലേ, after removing the load. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റലിൽ നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്പിയർ അല്ലേ, ഇത്തരത്തിലുള്ള സ്പിയർ അല്ലെങ്കിൽ ബോൾ ടൈപ്പിലുള്ള ഹാർഡൻഡ് സ്റ്റീൽ ബോളുകൾ ഉണ്ടാകും. സോ അതിലേക്ക് ലോഡ് കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഇൻറ്റൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, ആ ഒരു സ്റ്റീൽ ബോളിൻ്റെ ഡയമീറ്ററാണ് ക്യാപിറ്റൽ D കൊണ്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റീൽ ബോളിൻ്റെ ഡയമീറ്ററാണ് ക്യാപിറ്റൽ D കൊണ്ട്, ഇതാണ് നമ്മുടെ സ്റ്റീൽ ബോൾ എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ F എന്ന് പറയുന്ന ലോഡ് നമ്മൾ കൊടുക്കുന്നുണ്ടാകും. ആ സ്റ്റീൽ ബോളിൻ്റെ ഡയമീറ്ററാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. കൊടുക്കുന്ന ലോഡ് F ആണെന്നുണ്ടെങ്കിൽ സോ ആ സ്റ്റീൽ ബോളിൻ്റെ ആ ലോഡ് കാരണം എന്താണ്, ദാറ്റ് ഈസ് ദ സ്പെസിമെൻ ഹാവിങ് എ പെർമനൻറ്റ് ഡിഫോർമേഷൻ അല്ലേ. അവിടെ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഇംപ്രഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. ആ ഇംപ്രഷൻ്റെ ഡയമീറ്ററാണ് സ്മോൾ d എന്ന് പറയുന്നത്. ആ ഇംപ്രഷൻ്റെ ഡയമീറ്ററാണ് സ്മോൾ d എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ സ്മോൾ d നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു സ്പിയർ അവിടെ നിന്ന് മാറ്റുമ്പോഴായിരിക്കും സ്മോൾ d നമ്മൾ കാണുന്നുണ്ടാവുക, ആ ഇംപ്രഷൻ അവിടെ കാണുന്നുണ്ടാകും. ആ ഇംപ്രഷൻ നമ്മൾ മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കറസ്പോണ്ടിങ് ഹാർഡ്നെസ് വാല്യൂയിലേക്ക് വരുന്നുണ്ടാവുക. So measuring diameter the D of the impression left in the surface after removal of the load അല്ലെ, ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, ആ സ്റ്റീൽ ബോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു ഇംപ്രഷൻ നമ്മൾ മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹാർഡ്നെസ്സിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവുക. Then either measure the diameter of the diameter or the depth of the impression. ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത് എത്രത്തോളം ആ ഒരു H നമ്മൾ മെഷർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകും. സോ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് നമുക്ക് ആ ഒരു ഹാർഡ്നെസ്സിൻ്റെ വാല്യൂയിലേക്ക് വരാം. ആപ്ലിക്കബിൾ ഫോർ ലോ ഹാർഡ് മെറ്റീരിയൽ അല്ല, ഇത്തരത്തിലുള്ള ലോ ഹാർഡ് മെറ്റീരിയലായിരിക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ പ്രിൻസിപ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ഏരിയ പെനട്രേഷൻ, എത്രത്തോളം ആ ഏരിയയിൽ അത് പെനട്രേറ്റ് ചെയ്ത് കയറി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റാണ്. സോ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താണ്, സ്റ്റീൽ ഇൻഡൻറ്റർ ബോളുകളായിരിക്കും അല്ലെ, സ്റ്റീൽ ബോളുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ബോളിലേക്ക് ലോഡ് F കൊടുക്കുന്നുണ്ടാകും. ആ എഫിൻ്റെ ഫലമായിട്ട് ആ ഒരു ബോൾ ആ ഒരു സർഫസിനുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറുന്നുണ്ടാകും. ആ ലോഡ് അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത്, ആ ഒരു ബോൾ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ബോൾ ഇരുന്ന ഒരു സ്പേസ്, ഒരു ചെറിയ ഒരു എന്താണ്, ഒരു പെനട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫോംഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. ആ ഏരിയ നമ്മൾ മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോസ്കോപ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്തരത്തിൽ എന്താണ്, നമുക്ക് ഇത്തരത്തിൽ ആ ഒരു പെനട്രേഷൻ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടാണ് കറസ്പോണ്ടിങ് ഹാർഡ്നെസ്സിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമ്മൾ വരുന്നുണ്ടാവുക. ഓക്കെ, വളരെ ലോ ഹാർഡ് മെറ്റീരിയലിനാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ബ്രിണൽ സ്പെസിമെൻ ഹാർഡ്നെസ് നമ്പർ, ബ്രിണൽ സ്പെസിമെൻ അല്ലെങ്കിൽ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ ദാറ്റ് ഈസ് BHN ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക. ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ BHN is defined as the ratio of applied load to spherical area of the impression. Applied load to spherical area എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ് അല്ലേ, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ. സോ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ ഈസ് ഈക്വൽ ടു ടെസ്റ്റ് ലോഡ് F ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ദ ഇൻഡൻറ്റേഷൻ. സർഫസ് ഏരിയ ഈസ് പൈ D ഇൻറ്റു H, പൈ D ഇൻറ്റു H ആണ് കൊടുക്കുന്നുണ്ടാവുക. സോ നമുക്ക് F ഡിവൈഡ് ബൈ പൈ D ഇൻറ്റു H, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത്തരത്തിൽ ആ H എന്ന് പറയുന്നത് നമുക്കറിയാം, H എന്ന് പറയുന്നത് എന്താ, ഡെപ്ത് ഓഫ് ഇൻഡൻറ്റേഷൻ ഇൻ mm ആണ്. സോ ആ H നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡിയിലേക്ക് എഴുതാം, ദാറ്റ് ഈസ് D മൈനസ് റൂട്ട് D² മൈനസ് സ്മോൾ d² ഡിവൈഡ് ബൈ 2 എന്ന് പറയാം അല്ലേ. ഇത്തരത്തിൽ D മൈനസ് റൂട്ട് ഓഫ് ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d² ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് H എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, ദാറ്റ് ഈസ് ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്റർ ആണ് D എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് ടെസ്റ്റ് ലോഡാണ്. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ബോൾ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇക്വേഷൻ വരിക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് 2F ഡിവൈഡഡ് ബൈ പൈ D ഇൻറ്റു D മൈനസ് റൂട്ട് ഓഫ് D² മൈനസ് D². അപ്പോൾ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്തിരുന്നാൽ മതിയാകും. സോ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന എന്താണ്, കൊടുക്കുന്ന ലോഡ്
അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഇൻഡൻറ്ററിൻ്റെ ഡയമീറ്റർ, അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു സ്പെസിമെനിൽ സ്റ്റീൽ ഇൻഡൻറ്റർ കാരണം ഉണ്ടായിട്ടുള്ള പെനട്രേഷൻ്റെ ഡയമെൻഷൻസ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2F ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഡ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു diameter of the steel ball into diameter of the steel ball minus root of diameter of the steel ball square minus diameter of the indentation square എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി ആണ് നമ്മുടെ ആ ഒരു ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കാം. ബ്രിണൽ ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ആ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത്, അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡൻറ്റർ സ്റ്റീൽ ബോൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അതിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, അവിടെ ഉണ്ടാകുന്ന എന്താണ് ഇംപ്രഷനാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്, കൊടുക്കുന്ന ലോഡ് എഫ്. ഓക്കെ ആണോ? സാധാരണഗതിയിൽ എന്താണ് ലോ ഹാർഡ്നെസ് മെറ്റീരിയലിനൊക്കെയാണ് ഇത്തരത്തിൽ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. ബ്രിണൽ ഹാർഡ്നെസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് മെത്തേഡ് അല്ലെങ്കിൽ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്താണ്. ഓക്കെ, അപ്പോൾ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ബ്രിണൽ ഹാർഡ്നെസ് തന്നെയാണ്. വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് സിമിലർ ടു ബ്രിണൽ ഹാർഡ്നെസ് തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റീൽ ബോളിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡൻറ്റർ എന്ന് പറയുന്നത് എന്താണ് ഈസ് എ 136 ഡിഗ്രി പിരമിഡ് ഡയമണ്ട് ഓൺ എ സ്ക്വയർ ബേസ്. അപ്പോൾ ഒരു സ്ക്വയർ ബേസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സ്ക്വയർ ബേസ് ആണ്. ആ സ്ക്വയർ ബേസിനകത്ത് ഒരു പിരമിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, ഇത്തരത്തിൽ പിരമിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പിരമിഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 136 ഡിഗ്രിയാണ് അല്ലേ. 2 ഓപ്പോസിറ്റ് ഫേസുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 136 ഡിഗ്രിയാണ് എന്നുള്ളതാണ്. സോ അത്തരത്തിൽ 136 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പിരമിഡ് ഡയമണ്ട് ഓൺ എ സ്ക്വയർ ബേസ്. അപ്പോൾ സ്ക്വയർ ബേസിൻ്റെ അറ്റത്ത് വന്നിട്ട് ഒരു പിരമിഡ് ഡയമണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഇൻക്ലൂഡഡ് ആംഗിൾ 136 ആണെന്ന് ഓർത്തിരിക്കാം. ആസ് ദ ഹാർഡ്നെസ് ഓഫ് എ ഡയമണ്ട് ഈസ് എക്സസീവ്ലി ഹൈ. ഇത്തരത്തിൽ ആ ഒരു ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് നമുക്കറിയാം, യൂണിവേഴ്സിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡയമണ്ട് ആണ്. ഓക്കെ, ഏറ്റവും എന്താണ് ലോവസ്റ്റ് ഏറ്റവും സോഫ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ടാൽക്കാണെന്ന് നമുക്കറിയാം അല്ലേ. ഇത്തരത്തിൽ ടാൽക്കാണെന്ന് നമുക്കറിയാം. സോ അത്തരത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഹാർഡസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് എൻ്റെ പ്രത്യേകത. സോ ഹൈ ഹാർഡ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് ഓഫ് ഡയമണ്ട് ഈസ് എക്സസീവ്ലി ഹൈ. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് യു ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൈ ഹാർഡ് മെറ്റീരിയൽ. ഇത്തരത്തിൽ വളരെയധികം ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 136 ഡിഗ്രിയാണ് 2 ഫേസുകൾക്കിടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ. അതൊരു പിരമിഡ് അല്ലെ, ഡയമണ്ട് പിരമിഡ് ഓൺ എ സ്ക്വയർ ബേസിനകത്തൊരു ഡയമണ്ട് പിരമിഡാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ആംഗിൾ 136 മറക്കരുത്. ഓക്കെ, ഫൈൻ. സോ ഈ ചിത്രത്തിൽ ഒന്നുകൂടി നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. 136 ഡിഗ്രി കറസ്പോണ്ടിങ് ഒരു സ്ക്വയർ ബേസിനകത്താണ് ഇത്തരത്തിൽ പിരമിഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ വിക്കേഴ്സ് പിരമിഡ് നമ്പർ VPN അല്ലെ. ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ VPN ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് അപ്ലൈഡ് ലോഡ് ടു ദ ഇംപ്രസ്ഡ് ഏരിയ. ഇവിടെ അത് തന്നെയാണ് അല്ലേ, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ തന്നെയാണ്. അപ്ലൈഡ് ലോഡ് ഡിവൈഡ് ബൈ ഇംപ്രസ്ഡ് ഏരിയ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇംപ്രഷൻ കാരണം ഉണ്ടാകുന്ന ഏരിയ അല്ലേ. സോ അത്തരത്തിൽ എത്രത്തോളം ഏരിയയിൽ അവിടെ ഇംപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. So the area is calculated by measuring the length of the diagonal of the square impression on the surface of the material. ഇത്തരത്തിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഇംപ്രഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു ഏരിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ കൊടുക്കുന്ന ലോഡ് എഫ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ഓഫ് D1 ആൻഡ് D2. ഇത്തരത്തിൽ D1ൻ്റെയും D2ൻ്റെയും മീൻ വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കുന്നുണ്ടാവുക. സോ നമ്മളുടെ ആ ഒരു ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് into 1.854 divided by D square. So F into 1.854 divided by D square ആണ് നമ്മളുടെ ആ ഒരു വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. അവിടെ എഫ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ലോഡാണ്. ഡി എന്ന് പറഞ്ഞാൽ മീൻ ലെങ്ത് ആണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ മീൻ ഓഫ് D1 ആൻഡ് D2. അത്തരത്തിൽ ആ ഒരു ഡയഗണലിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും D1 ഉം D2 അതിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക D ആയിട്ട്. ഓക്കെ, സോ അത്തരത്തിൽ
ഡി വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക, എഫ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക കറസ്പോണ്ടിങ് വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഇൻറ്റു 1.854 ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, സോ നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിനാണ് നമുക്ക് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, രണ്ട് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എന്താണ് ഒരു സ്റ്റീൽ ഇൻഡൻറ്റർ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്റ്റീൽ ബോൾ ഹാവിങ് എ ഡയമീറ്റർ ഡി, ക്യാപിറ്റൽ ഡി, ദെൻ കൊടുക്കുന്ന ലോഡ് എഫ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻഡൻറ്റേഷൻ സ്മോൾ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട ഇക്വേഷനിലൂടെ നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2f ഡിവൈഡഡ് ബൈ പൈ ക്യാപിറ്റൽ ഡി ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് റൂട്ട് ഓഫ് ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ആണ് നമ്മളുടെ ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. അവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സ്റ്റീൽ ബോളിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ബോളിൻ്റെ ഡയമീറ്റർ ആണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് അവിടെ സർഫസിൽ ഉണ്ടായിട്ടുള്ള ഇൻഡൻറ്റേഷൻ്റെ വാല്യൂ ആണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. ദെൻ എഫ് എന്ന് പറയുന്ന കൊടുത്തിട്ടുള്ള ഫോഴ്സ് ഇൻ കിലോഗ്രാം ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ വിക്കേഴ്സ് പിരമിഡ് ഹാർഡ്നെസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 136 ഡിഗ്രി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് പിരമിഡ് ഷേപ്പിലുള്ള ഇൻഡൻറ്റർ ആണ്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ സ്ക്വയർ ബേസ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം. വളരെയധികം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്നുള്ളതും ഓർത്തിരിക്കാം. ദെൻ കറസ്പോണ്ടിങ് അതിൻ്റെ വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്തായിരുന്നു? ദാറ്റ് ഈസ് എഫ് ഇൻറ്റു 1.854 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. അവിടെ ഡി എന്ന് പറയുന്നത് സ്മോൾ ഡി എന്ന് പറയുന്നത് ആ രണ്ട് ഡയഗണലിൻ്റെയും മീനാണ്. D1 + D2 ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ മീനാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ അതുപോലെ എഫ് എന്ന് പറയുന്നത് എന്താ ലോഡാണ്, കൊടുക്കുന്ന ലോഡാണെന്നുള്ളത് കൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പറാണ് അല്ലെങ്കിൽ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 3 ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിക്കേഴ്സ് ഹാർഡ്നെസ്, അതുപോലെ തന്നെ ബ്രിണൽ, റോക്ക്വെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ട്. ഹാർഡ്നെസ് ഈസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് ടു ഇൻഡൻറ്റേഷൻ, സ്ക്രാച്ച് ആൻഡ് അബ്രഷൻ ഓർ വിയർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പെനട്രേഷൻ അല്ലെങ്കിൽ എന്നുള്ളത് ഓർത്തിരിക്കാം. സോ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഡയമണ്ട് 120 ഡിഗ്രി കോൺ ഇൻഡൻറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബോൾ അല്ലെങ്കിൽ ബോൾ ഇൻഡൻറ്ററോ നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഹാർഡൻഡ് സ്റ്റീലിൻ്റെ ബോൾ ഇൻഡൻറ്ററോ അതല്ലെന്നുണ്ടെങ്കിൽ ഡയമണ്ട് 120 ഡിഗ്രി കോൺ ഇൻഡൻറ്ററോ. ഇത്തരത്തിൽ നോക്കേ, കോണിക്കലായിട്ടുള്ള ഒരു ഇൻഡൻറ്റർ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. സോ 120 ഡിഗ്രി കോണിക്കലായിട്ടുള്ള ഇൻഡൻറ്ററോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബോൾ ഇൻഡൻറ്ററോ നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. എല്ലാ മെറ്റീരിയലിനും നമുക്ക് ലോ ഹാർഡ്നെസ് ആയിക്കോട്ടെ ഹൈ ഹാർഡ്നെസ് ആയിക്കോട്ടെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. കാര്യം അവിടെ ഡയമണ്ടും ഉണ്ട് സ്റ്റീലും ഉണ്ട്. ബേസ്ഡ് ഓൺ ഡെപ്ത് ഓഫ് പെനട്രേഷൻ. ഇതും എന്താണ് എത്രത്തോളം പെനട്രേഷൻ ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വാല്യൂസിലേക്ക് വരുന്നുണ്ടാവുക. ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ഇൻഡൻറ്റർ ആൻഡ് ലോഡ് ദെയർ ആർ സെവറൽ റോക്ക്വെൽ ഹാർഡ്നെസ് സ്കെയിൽ. ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഇൻഡൻറ്ററും കറസ്പോണ്ടിങ് നമ്മൾ ഏത് ടൈപ്പ് ഇൻഡൻറ്റർ, ബോൾ ഇൻഡൻറ്റർ ആണോ അല്ലെങ്കിൽ ഡയമണ്ട് ഇൻഡൻറ്റർ ആണോ, സോ അത്തരത്തിൽ ഈ കോമ്പിനേഷനും അതുപോലെ തന്നെ കൊടുക്കുന്ന ലോഡിൻ്റെയും കോമ്പിനേഷനിൽ പല സ്കെയിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല സ്കെയിൽസ് നമുക്ക് അവൈലബിൾ ആണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇവിടെ RA സ്കെയിൽ അല്ലെങ്കിൽ A സ്കെയിൽ, B സ്കെയിൽ, C സ്കെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു മൈനർ ലോഡ് ഉണ്ടാവും. അത് തുടക്കത്തിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്ന ലോഡാണ് മൈനർ ലോഡ്. അത് നമ്മൾ 10 കിലോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചു. മേജർ ലോഡ് വേരിയേഷൻ വരുന്നു 50, 90, 140. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 60, 100, 150 രണ്ടും ആഡ് ചെയ്യുക, ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടും. സോ ആ കറസ്പോണ്ടിങ് ഇൻഡൻറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ഡിഗ്രി ഡയമണ്ട് ഇൻഡൻറ്റർ ആണ്. ടോട്ടൽ ലോഡ് 60ക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റീൽ ബോൾ ഇൻഡൻറ്റർ ആണ്. ടോട്ടൽ ലോഡ് 100ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. വീണ്ടും 120 നമ്മൾ യൂസ് ചെയ്യുന്നു, 150ക്ക് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ഇപ്പം A സ്കെയിൽ, B സ്കെയിൽ, C സ്കെയിൽ, D സ്കെയിൽ, E സ്കെയിൽ, അങ്ങനെ നിരവധി സ്കെയിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 1 by 1 നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം സ്കെയിൽ ABCD വരെയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെ യൂസ് ചെയ്യുന്ന ഇൻഡൻറ്റർ ഡയമണ്ട്, ബിയിലാണെങ്കിൽ സ്റ്റീൽ ബോൾ, സിയിലാണെങ്കിൽ ഡയമണ്ട് കോണ്, വീണ്ടും ഡി ഡയമണ്ട് കോണ്. കറസ്പോണ്ടിങ് ടോട്ടൽ 60, 100, 150, 100. ഓക്കെ, ദെൻ അവിടെ നമ്മൾ ഡയൽസ് 2 ഡയൽസാണുള്ളത്. നമ്മളുടെ ആ ഒരു റോക്ക്വെൽ ഹാർഡ്നെസ് മെഷീനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡയൽ ഉണ്ടാകും. ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും ഉണ്ടാകും. സോ റീഡ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളതാണ്. ബ്ലാക്ക് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് A സ്കെയിലാണ്, റെഡ് ആണെന്നുണ്ടെങ്കിൽ B സ്കെയിലായിരിക്കും, അല്ലെങ്കിൽ C സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആയിരിക്കും റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, D ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ബ്ലാക്ക് ആയിരിക്കും നമുക്ക് റീഡ് ചെയ്യേണ്ടാവുക. കാര്യം ഡയമണ്ട് കോൺ 100 ഡിഗ്രി 100 കിലോഗ്രാം ടോട്ടൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് D സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്കാണ് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ടിപ്പിക്കലി ആപ്ലിക്കേഷൻ ഓഫ് സ്കെയിൽ ഫോർ ലൈക്ക് കോപ്പർ അലോയ്സ്, സോഫ്റ്റ് സ്റ്റീല്, അലൂമിനിയം അലോയ്സ്, മാലിബിൾ അയൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബി സ്കെയിൽ ആയിരിക്കും. ഓക്കെ, ബി സ്കെയിൽ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതുപോലെ തന്നെ തിൻ സ്റ്റീല്, മീഡിയം ഡെപ്ത്, കേസ് ഹാർഡൻഡ് സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ബി സ്കെയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അങ്ങനെ നമുക്ക് ആ ഒരു സ്കെയില് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിൽ ഇൻറ്റൻഡർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ലോഡ് ഏതാണ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് മെറ്റീരിയൽ ഏതാണെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ലോഡ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കാം. നെക്സ്റ്റ് EFGHK ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. സോ അതിൽ ടോട്ടൽ ലോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ ലോഡാണ് 100, 160, 150, 60, 150 കൊടുത്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് സ്കെയിൽ റീഡ് ചെയ്യേണ്ടത് കളർ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ബെയറിംഗ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യേണ്ടത് റെഡ് സ്കെയിൽ ആയിരിക്കണം. കൊടുക്കേണ്ട ലോഡ് ടോട്ടൽ ലോഡ് 150 കിലോഗ്രാം. അതുപോലെ സ്റ്റീൽ ബോൾ ഇൻഡൻഡർ K സ്കെയിലാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം സോഫ്റ്റ് ബെയറിംഗ് മെറ്റീരിയൽസിനെ നമ്മൾ ഏതാ സ്കെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K സ്കെയിലാണ്. അലൂമിനിയം, ലെഡ്, സിങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം H സ്കെയില്. ഫോസ്ഫറസ്, ബ്രോൺസ്, ബെറിലിയം, കോപ്പർ, മാലിബിൾ അയൺ ആണെന്നുണ്ടെങ്കിൽ G സ്കെയില്. അനീൽഡ് കോപ്പർ അലോയ്സ്, തിൻ സോഫ്റ്റ് ഷീറ്റ് മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ F സ്കെയില്. കാസ്റ്റ് അയൺ, അലൂമിനിയം ആൻഡ് മഗ്നീഷ്യം അലോയ്സ്, ബെയറിംഗ് മെറ്റൽസ് ഒക്കെ നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്യാം. കറസ്പോണ്ടിങ് ടോട്ടൽ ലോഡ് അതിൻ്റെ സ്കെയിലിൽ നമ്മൾ റീഡ് ചെയ്യേണ്ട ആ ഒരു കളർ, ഡയലിൻ്റെ കളർ. ഓക്കെ, ഫൈൻ. സോ ഇത്തരത്തിലാണ് നമുക്ക് ആ ഒരു റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എവിടെയാണ്? ഹാർഡ്നെസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ഇൻഡൻറ്റേഷൻ, റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്, റെസിസ്റ്റൻസ് ടു അബ്രഷൻ, റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടയർ. സോ ഇത്തരത്തിലുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്നെസ് എന്ന് പറയുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഈ ഹാർഡ്നെസ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഷർ ചെയ്യാൻ പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിൽ 3 മെത്തേഡുകളാണ് ഉള്ളത്. അത് റോക്ക്വെൽ ഹാർഡ്നെസ്, ബ്രിനൽ ഹാർഡ്നെസ്, അതുപോലെ തന്നെ വിക്കേഴ്സ് ഹാർഡ്നെസ് മെത്തേഡ് അല്ലെങ്കിൽ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ 3 ടെസ്റ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റൻഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. കൊടുക്കുന്ന ലോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്? 136 ഡിഗ്രിയിലുള്ള ഒരു പിരമിഡ്, അല്ലേ, ഇത്തരത്തിൽ ഡയമണ്ട് പിരമിഡ് ആയിട്ടുള്ള സ്ക്വയർ ബേസിലുള്ള ഒരു ഇൻറ്റൻഡർ ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് ഹയർ അല്ലെങ്കിൽ ഹൈ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലുകൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × F / πd × d - √d² - small d² എന്നുള്ള ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. അതിനകത്ത് എന്താണ് ക്യാപിറ്റൽ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് സ്റ്റീൽ ബോളിൻ്റെ ഇൻഡൻഡർ ആണ്. സ്മോൾ d എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇംപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റീൽ ലോഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോൾ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇംപ്രഷനാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സോ ആ ഇംപ്രഷൻ്റെ ഡയമീറ്ററാണ് സ്മോൾ d എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ലോഡാണ്. ഇതിലൂടെ നമുക്ക് എന്താണ് ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ നമുക്ക് കിട്ടും. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് ബൈ യൂസിങ് ഫോർമുല, അല്ലേ, F × 1.854 കറസ്പോണ്ടിങ് d². ആ d എന്ന് പറയുന്നത് എന്താണ്? മീൻ ഡയഗണൽസ് ആയിരിക്കും. d1 + d2/2. ഓക്കെ, സോ അത്തരത്തിൽ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കത് ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം, ഇമ്പാക്റ്റ് ടെസ്റ്റ്, അല്ലേ, ഇമ്പാക്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ടാവുക. സോ ഇമ്പാക്റ്റ് ടെസ്റ്റ് ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ മെഷറിങ് ദ ടഫ്നെസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ടഫ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഐസോഡ്, 2 ചാർപ്പി. ഏതൊക്കെയാണ്? ഒന്ന് ഐസോഡ്, 2 ചാർപ്പി. എന്താണ് ഈ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ? ടഫ്നെസ് ഇസ് എ പ്രോപ്പർട്ടി, എന്താ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് ആൻ എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ഫ്രാക്ചർ. അതായത് നമ്മളതിനേക്ക് സഡനായിട്ടുള്ള ഒരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ലോഡിൻ്റെ ഫലമായിട്ട് ആ ഒരു മെറ്റീരിയൽ ഡിഫോം ചെയ്യുന്നു, അല്ലേ, വിത്തൗട്ട് ഫ്രാക്ചർ. അപ്പോൾ ആ എനർജി യൂസ് ചെയ്തുകൊണ്ട്, കൊടുക്കുന്ന എനർജിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അത് ഡിഫോമേഷൻ സംഭവിക്കുന്നുണ്ടാവും വിത്തൗട്ട് ഫ്രാക്ചർ സംഭവിക്കാതെ ചെറുതായിട്ട് അതിനെ ഡിഫോം ചെയ്യുന്നുണ്ടാകും. ആ ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. സോ ടഫ്നെസ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോപ്പർട്ടി, ദ എബിലിറ്റി ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ഫ്രാക്ചർ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ഇമ്പാക്റ്റ് ടെസ്റ്റ് മെഷേഴ്സ്
ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഇൻ റെസ്പോൺസ് ടു സഡൻ ലോഡ് അല്ലേ. ഇത്തരത്തിൽ എന്താണ് ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലേ, അവിടെ ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഡിഫോർമേഷൻ വരെ അത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ടാവും. ഫ്രാക്ചർ മുമ്പ് വരെ തൊട്ട് മുമ്പ് വരെ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യുന്നുള്ളതാണ് കറസ്പോണ്ടിങ് ടഫ്നെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ ഇമ്പാക്ട് ടെസ്റ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഇൻ റെസ്പോൺസ് ടു സഡൻ ലോഡ്. പെട്ടെന്നുള്ള ലോഡ് കാരണം, സഡൻ ലോഡ് കാരണം എത്രത്തോളം ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് എനർജി വിത്തൗട്ട് ഫ്രാക്ചർ ആവാണ്ട്. ദ ബെനിഫിറ്റ് ഓഫ് കണ്ടക്ടിങ് ഇമ്പാക്ട് ടെസ്റ്റ് ഓൺ മെറ്റീരിയൽ ഇൻക്ലൂഡ് എനേബിളിംഗ് എഞ്ചിനീയേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ടു ഡിറ്റർമൈൻ ദ മെറ്റീരിയൽ ടഫ്നെസ്, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്, ഒപ്റ്റിമൈസിങ് ഡിസൈൻ ആൻഡ് പിക്കിംഗ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽ ഫോർ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഇത്തരത്തിൽ നമ്മൾ ഒരു ടഫ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ ആ പ്രോപ്പർട്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ എന്ത് ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ടഫ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ടഫ്നെസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ടു വിസ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട് ലോഡ് അല്ലെ. ഇത്തരത്തിൽ ഷോക്കോ അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് തടയുന്ന അല്ലെങ്കിൽ അബ്സോർബ് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഈ പറയുന്ന ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് ഡിഫൈൻസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് ദ അപ്ലൈഡ് എനർജി ആൻഡ് പ്ലാസ്റ്റിക്കലി ഡിഫോം വിത്തൗട്ട് ഫ്രാക്ചർ അല്ലേ. ഇത്തരത്തിൽ എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി. ഇത്തരത്തിൽ കൊടുക്കുന്ന സഡൻ ലോഡ് കാരണം ഉണ്ടാകുന്ന എനർജീനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവാണ് അവിടെ പ്ലാസ്റ്റിക്കലി ചെറുതായിട്ട് ഡിഫോം ചെയ്യുന്നുണ്ടാവും വിത്തൗട്ട് ഫ്രാക്ചർ ഒന്നും സംഭവിക്കാതെ തന്നെ വിത്തൗട്ട് ഫ്രാക്ചറിങ് അവിടെ ഡിഫോം ചെയ്യുന്നുണ്ടാവും, പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ്? ബൈ അബ്സോർബിങ് ദ എനർജി. സോ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. സോ ടഫ്നെസ് ഈസ് എ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ടു ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിലത്തിട്ട പൊട്ടിപ്പോകുന്നത് അല്ലേ, ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നുണ്ടാവുക. സോ വളരെയധികം ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ബ്രിട്ടിൽനെസ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ടഫ്നെസ് എന്നുള്ളത് ഓർത്തിരിക്കാം. റോട്ട് അയൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടഫ് മെറ്റീരിയൽ. ഇത്തരത്തിൽ റോട്ട് അയൺ ആണ് വളരെ ടഫായിട്ടുള്ള മെറ്റീരിയലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ടഫ്നെസ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ടഫ്നെസ് മീൻസ് വാട്ട്? ടഫ്നെസ് എന്ന് പറയുന്ന ഒരു എബിലിറ്റിയാണ്, എന്തിൻ്റെ മെറ്റീരിയൽ എബിലിറ്റിയാണ്, എന്താണ് ടു അബ്സോർബ് എനർജി വിത്തൗട്ട് ഫ്രാക്ചർ അല്ലേ. എനർജി അബ്സോർബ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്യുക വിത്തൗട്ട് ഫ്രാക്ചർ എന്നുള്ളത്. സോ ഈ ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ചാർപി ഉണ്ട്, 2 ഐസാഡ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നന്ദി, നമസ്കാരം.